ദൈവകരുണയുടെ തിരുനാൾ ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച അഥവാ പുതുഞായർ ദൈവകരുണയുടെ തിരുനാൾ ദിനമായി നാം ആഘോഷിച്ചു വരുന്നു. 2000 ആണ്ട് മുതൽ സാർവത്രിക സഭ ഈസ്റ്റർ ആഴ്ചയ്ക്ക് സമാപനം കുറിക്കുന്നത് ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ദൈവകാരുണ്യത്തിൻ്റെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ടാണ്. യേശുക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യങ്ങളിലൂടെ വെളിവാക്കപ്പെട്ട ദൈവത്തിൻ്റെ കരുണാർദ്രമായ സ്നേഹത്തിന് സന്തോഷത്തോടെ പ്രത്യുത്തരം നൽകാനുള്ള ആഹ്വാനമാണ് ഈ തിരുനാൾ നൽകുന്നത്. എന്താണ് ദൈവകാരുണ്യം? ദൈവകാരുണ്യ ഭക്തിയുടെ ആരംഭം എങ്ങനെയാണ്? ഇത് സഭയിലെ പുതിയ തിരുനാൾ ആണോ? നമുക്ക് കരുണയുടെ ചരിത്രം പരിശോധിക്കാം. 1980 ആണ്ടിൽ പുറത്തിറങ്ങിയ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ രണ്ടാമത്തെ ചാക്രിക ലേഖനമായ കരുണാസമ്പന്നനായ ദൈവം, പാപ്പ പറയുന്നു, ദൈവസ്നേഹത്തിൽ വിശ്വസിക്കുക എന്നാൽ ദൈവകാരുണ്യത്തിൽ വിശ്വസിക്കുകയാണ്. കാരണം കാരുണ്യം സ്നേഹത്തിൻ്റെ ഒഴിവാക്കാൻ പറ്റാത്ത വശമാണ്. അതു സ്നേഹത്തിൻ്റെ രണ്ടാമത്തെ പേരും അതോടൊപ്പം സ്നേഹം വെളിപ്പെടുന്ന സവിശേഷ രീതിയുമാണ്. രക്ഷാകര ചരിത്രം ഈ സത്യത്തിൻ്റെ തെളിവുകളാൽ സമ്പന്നമാണ്. ലോകാരംഭം മുതൽ ദൈവം ഇസ്രായേൽ ജനതയുമായി ചെയ്ത ഉടമ്പടി അവൻ്റെ സ്നേഹത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നു. ദൈവം മോശയ്ക്ക് 10 കൽപ്പനകൾ നൽകുമ്പോൾ, എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും എന്നവൻ വാഗ്ദാനം ചെയ്തു. പിന്നീട് മോശയ്ക്ക് തന്നെ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുന്നു. കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ. തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. ഒരു കുട്ടി അവൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് തിരിയുന്ന പോലെ തങ്ങളുടെ പാപങ്ങളുടെയും ദുരിതങ്ങളുടെയും മധ്യത്തിൽ ഇസ്രായേൽ ജനത ദൈവത്തിൻ്റെ കരുണാർദ്രമായ ക്ഷമയെ ആശ്രയിക്കുന്ന ചരിത്രം പഴയ നിയമത്തിൽ കാണാൻ കഴിയും. ദാവീദ് രാജാവ് കരുണാർദ്രവും ദയാലുവും കോപിക്കുന്നതിൽ വിമുഖനും കാരുണ്യത്തിൽ സമ്പന്നനും പാപങ്ങൾക്കനുസരിച്ച് വിധിക്കാത്തവനുമായ ദൈവത്തെ പാടിപ്പുകഴ്ത്തുന്നു. ഇസ്രായേലിൻ്റെ അവിശ്വസ്തതയ്ക്ക് നാശം പ്രസംഗിച്ച പ്രവാചകർ പോലും അവൻ്റെ അടുക്കിലേക്ക് വരുന്ന ജനതയോട് കാരുണ്യത്തിൽ ധൂർത്തനായ ദൈവത്തെപ്പറ്റി പ്രസംഗിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്തായ അനുകമ്പ ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിൽ പഴയ നിയമ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും തൻ്റെ പുത്രൻ്റെ മനുഷ്യാവതാരം വഴി സ്നേഹവും കാരുണ്യവും ലോകത്തിന് പൂർണ്ണമായും അനുഭവവേദ്യമായി. അത് ജോൺ പോൾ പാപ്പ ചാക്രിക ലേഖനത്തിൽ ഇപ്രകാരം കാണുന്നു. ക്രിസ്തു പഴയ നിയമ പാരമ്പര്യത്തിലെ ദൈവത്തിൻ്റെ കാരുണ്യത്തിന് ക്രിസ്തു വ്യക്തമായ അർത്ഥം നൽകുന്നു. അവൻ അതിനെക്കുറിച്ച് പറയുക മാത്രമല്ല, അതെല്ലാം ഉപരിയായി അവൻ കരുണയായി ഭൂമിയിൽ അവതരിക്കുന്നു. അവനിൽ തന്നെ എല്ലാ അർത്ഥത്തിലും കാരുണ്യമാകുന്നു. ദൈവകാരുണ്യത്തിൻ്റെ സാക്ഷ്യമായിരുന്നു ക്രിസ്തുവിൻ്റെ ജീവിതം. അവനെ ഗർഭം ധരിച്ച അവസരത്തിൽ മറിയം നന്ദിയോടെ പാടി, അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തടവുകാർക്ക് മോചനവും പിന്നീട് മലയിലെ പ്രസംഗത്തിൽ കരുണയുള്ളവരെ ഭാഗ്യവാന്മാരായും ക്രിസ്തു പ്രഘോഷിച്ചു. വേദനയുടെ അവസാന മണിക്കൂറിലും പിതാവേ, അവരോട് ക്ഷമിക്കണമേ എന്നവൻ പ്രാർത്ഥിച്ചു. ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ സാന്നിധ്യം കരുണയുള്ള പിതാവായ ദൈവത്തിൻ്റെ മുഖം വെളിപ്പെടുത്തുന്ന അവസരമാണ്. അത് ഇന്ന് വിശുദ്ധ കുർബാനയിലൂടെ തുടരുകയും ചെയ്യുന്ന യാഥാർത്ഥ്യമാണ്. ഈശോയെ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ലളിതമായി പറഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ ജീവിതത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും ഉച്ചസ്ഥായിലെത്തിയ ദൈവസ്നേഹത്തിൻ്റെ മഹത്തരമായ വെളിപ്പെടുത്തലിൻ്റെ മറ്റൊരു പേരാണ് ദൈവകാരുണ്യം. ക്രൈസ്തവർ ദൈവകാരുണ്യത്താൽ പടുത്തുയർത്തപ്പെട്ടവരാണ്. എന്നാലും 1 നൂറ്റാണ്ട് മുൻപ് ദൈവകാരുണ്യത്തെപ്പറ്റിയുള്ള അവബോധത്താൽ നവീകരിക്കപ്പെടാൻ ദൈവം തന്നെ പോളണ്ടിലെ ഒരു യുവ കന്യാസ്ത്രീയിലൂടെ സഭയോട് ആവശ്യപ്പെട്ടു. എൻ്റെ കാരുണ്യത്തിലേക്ക് തിരിയാത്തിടത്തോളം മനുഷ്യവംശത്തിന് സമാധാനം ഉണ്ടായിരിക്കുകയില്ല. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം
കാരുണ്യമാണെന്ന് പ്രഘോഷിക്കുക. 1905 പോളണ്ടിൽ ജനിച്ച സിസ്റ്റർ മേരി ഫൗസ്റ്റീന കൊവാൾസ്ക കാരുണ്യമാതാവിൻ്റെ സഹോദരിമാർ എന്ന സന്യാസ സമൂഹത്തിലെ അംഗമായിരുന്നു. 1931 ഫെബ്രുവരി മാസം 22 ഈശോ ആദ്യമായി സിസ്റ്റർ ഫൗസ്റ്റീനയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. വെള്ള മേലങ്കി അണിഞ്ഞ് പ്രത്യക്ഷപ്പെട്ട യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് വെള്ളയും ചുവപ്പും നിറങ്ങളിലുള്ള 2 പ്രകാശരശ്മികൾ ബഹിർഗമിച്ചിരുന്നു. ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിൽ കുത്തിത്തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നും നിർഗളിച്ച ജലവും രക്തവുമാണ് അവ പ്രതിനിധാനം ചെയ്യുന്നത്. ഈ ചിത്രം വരയ്ക്കണമെന്നും അവയിൽ ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് എഴുതാനും ഈശോ സിസ്റ്റർ ഫൗസ്റ്റീനയോട് ആവശ്യപ്പെട്ടു. ഈ ചിത്രം ബഹുമാനിക്കുന്ന ഏറ്റവും കഠിന പാപികൾ പോലും രക്ഷപ്പെടുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച കരുണയുടെ തിരുനാളിനായി പ്രതിഷ്ഠിക്കണമെന്നും ദൈവകാരുണ്യത്തിൻ്റെ ചിത്രം ലോകം മുഴുവൻ പ്രചരിപ്പിക്കണമെന്നും ഈശോ സിസ്റ്റർ ഫൗസ്റ്റീനയോട് ആവശ്യപ്പെട്ടു. എൻ്റെ കാരുണ്യത്തിൻ്റെ അപ്പസ്തോല എന്നാണ് ഈശോ ഫൗസ്റ്റീനയെ വിളിച്ചിരുന്നത്. ഈശോ പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം ആത്മാക്കളോടുള്ള ദൈവത്തിൻ്റെ മഹത്തായ കാരുണ്യത്തെപ്പറ്റിയായിരുന്നു ഫൗസ്റ്റീനയോട് സംസാരിച്ചിരുന്നത്. പിന്നീട് അവളുടെ കുമ്പസാരക്കാരൻ്റെ നിർദ്ദേശപ്രകാരം ഈശോയുമായുള്ള സംഭാഷണങ്ങൾ ഒരു ഡയറിയിൽ രേഖപ്പെടുത്താൻ തുടങ്ങി. ദൈവകാരുണ്യം എൻ്റെ ആത്മാവിൽ എന്നായിരുന്നു ആ ഗ്രന്ഥത്തിൻ്റെ പേര്. 1979 വിശ്വാസ തിരുസംഘം ഈ ഡയറിയെ ഔദ്യോഗികമായി അംഗീകരിച്ചു. ഈശോ സിസ്റ്റർ ഫൗസ്റ്റീനയോടുള്ള സംഭാഷണങ്ങളിൽ നിരന്തരം തൻ്റെ കാരുണ്യത്തെയും സ്നേഹത്തെപ്പറ്റിയും സംസാരിക്കുന്നത് നിരവധി തവണ വായിക്കാൻ കഴിയും. എൻ്റെ ഹൃദയം ആത്മാക്കൾക്ക് വേണ്ടിയുള്ള കാരുണ്യത്താൽ കവിഞ്ഞൊഴുകുന്നു. ഞാൻ അവരുടെ ഏറ്റവും നല്ല അപ്പനാണെന്നും അവർക്ക് വേണ്ടിയാണ് രക്തവും ജലവും കാരുണ്യത്തിൻ്റെ ഉറവിടമായ എൻ്റെ ഹൃദയത്തിൽ നിന്നും കരകവിഞ്ഞൊഴുകുന്നതെന്നും അവർ മനസ്സിലാക്കിയെങ്കിൽ എത്ര മഹത്തരമായിരുന്നു. ദൈവകാരുണ്യത്തിൻ്റെ തിരുനാൾ 2011 മെയ് മാസം 1 ദൈവകാരുണ്യത്തിൻ്റെ ഞായറാഴ്ചയാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പായെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. ഉയിർപ്പ് തിരുനാളിൻ്റെ തുടർച്ചയാണ് ദൈവകാരുണ്യത്തിൻ്റെ തിരുനാൾ. വിശുദ്ധ ജോൺ പോൾ പാപ്പായുടെ അഭിപ്രായത്തിൽ ലോകത്തിനുള്ള ക്രിസ്തുവിൻ്റെ ഈസ്റ്റർ സമ്മാനമാണ് ദൈവകാരുണ്യത്തിൻ്റെ ഞായർ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള തിരുനാൾ. ദൈവകാരുണ്യത്തിൻ്റെ തിരുനാൾ ദൈവസ്നേഹത്തിൻ്റെ മനോഹരമായ ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, അത് ക്രിസ്തു ആരാണെന്നും നമുക്ക് അവനുമായുള്ള ബന്ധം എത്ര ആഴത്തിലുള്ളതാണെന്നും മനസ്സിലാക്കാനുള്ള വെല്ലുവിളിയാണ്. വിശുദ്ധ ഫൗസ്റ്റീന ഈ സത്യം അംഗീകരിക്കുകയും അവളുടെ ബലഹീനതകളിൽ ക്രിസ്തുവിൻ്റെ കാരുണ്യത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുകയും ചെയ്തു. സിസ്റ്റർ ഫൗസ്റ്റീനയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന കുർബാനയിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അവളുടെ മധ്യസ്ഥം തേടി ഇപ്രകാരം പ്രാർത്ഥിച്ചു: ക്രിസ്തുവിൻ്റെ ക്രൂശിക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നും ദൈവകാരുണ്യം മനുഷ്യ മക്കളിലേക്ക് എത്തിച്ചേരുന്നു. ഇന്ന് ഉത്ഥിതൻ്റെ മുഖത്ത് നമ്മുടെ ദൃഷ്ടികൾ ഉറപ്പിച്ച് വലിയ പ്രത്യാശയോടെയും ആശ്രയത്തോടെയും നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു.